നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളെ പെട്ടെന്നങ്ങ് മരിച്ചു പോകുന്നു. മരിച്ചു പോകുമ്പം നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? ഒന്നാമത് ആ വ്യക്തിയെ ഭൂമിയിൽ നിന്ന് പോവല്ലേ, പിന്നെ അവരുടെ സാമീപ്യമില്ല, അവരുടെ ശബ്ദവും നമുക്ക് കേൾക്കാൻ പറ്റില്ല. പിന്നെ അങ്ങനെ അപ്പോൾ ഞാനിത് പറയാൻ കാര്യമെന്ന് വെച്ചാൽ, ഇന്നലെ എൻ്റെ കൊച്ച് ഒരു പാട്ട് പാടാൻ പറഞ്ഞു. അപ്പം ഞാനൊരു പാട്ട് പാടിക്കൊടുത്ത്. കുഞ്ഞു പാട്ടൊക്കെ മതിയല്ലോ, ഒരു വല്ലിയുടെ പാട്ട്. ഒച്ചിന്മേലൊരു പല്ലി, ഒച്ചയെടുക്കണ വല്ലി, ചാണ്ടിച്ചേട്ടൻ ചൊല്ലി, മിണ്ടരുതേ നീ പല്ലി, മിണ്ടിപ്പോയി പല്ലി, ചാണ്ടിച്ചേട്ടൻ തല്ലി. ഇത് എനിക്ക് പഠിപ്പിച്ചതെന്ന് വെച്ചാൽ എൻ്റെ അമ്മ പഠിപ്പിച്ചതെന്നാണ്. പക്ഷേ അമ്മ ഇന്ന് ഈ ലോകത്തില്ല. എങ്കിലും ഈ പാട്ട് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുഞ്ഞിലെ പഠിപ്പിച്ചതാണ്. അതുപോലെ തന്നെ അമ്മ ഒരുപാട് കഥയും പറഞ്ഞു തന്നു. കുഞ്ഞിലെ പഠിപ്പിച്ച കുഞ്ഞു കഥകൾ, അതൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. പക്ഷേ അത് പറഞ്ഞു തന്ന അമ്മ ഇപ്പോഴില്ലെങ്കിലും ഞാനിതൊക്കെ ഇപ്പോഴും ഓർക്കുന്നു. ഒരാൾ മരിച്ചു പോയാലും അയാൾ പഠിപ്പിച്ച കാര്യങ്ങൾ നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ടാവും അല്ലേ? അത് പറയാനാണ് ഞാനിത് പറഞ്ഞു കേട്ടോ. അമ്മ പറഞ്ഞു തന്നൊരു കഥയാണ്, പണ്ട് ഞാൻ നേഴ്സറി പറഞ്ഞിട്ടുള്ളതാണ്. ഫ്ലോറൻസിലെ ഒരു തെരുവിൽ മരിയ എന്നൊരു നെയ്ത്തുകാരി ഉണ്ടായിരുന്നു. അവൾക്ക് മന്ദബുദ്ധിയായ ഒരു മകനുണ്ടായിരുന്നു. അവൻ്റെ പേരാണ് നിക്ക്. മരിയ ഒരു നെയ്ത്തുകാരിയായിരുന്നു. അവൾ കുറേ വസ്ത്രങ്ങളൊക്കെ തയ്ച്ച് മോൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, മോനെ, ഇത് നീ ചന്തയിൽ പോയി വിൽക്കണം. കലപില സംസാരിച്ചു കൊണ്ടിരിക്കുന്നവർക്ക് നീ വസ്ത്രം കൊടുക്കരുത്. വളരെ മാന്യമായി സമാധാനപരമായി സംസാരിക്കുന്നവർക്ക് മാത്രമേ നീ ഈ വസ്ത്രം കൊടുക്കാവൂ. ഇത് അമ്മ പറഞ്ഞു തന്നൊരു കഥയാണ്. ഇത് ഞാൻ ഫുള്ള് പഠിച്ച് പറയാൻ വേണ്ടിയൊക്കെ ഒരുങ്ങിപ്പോയതാണ്. അപ്പോൾ എനിക്ക് മുമ്പ് പോയ പിള്ളേരൊക്കെ പകുതിക്ക് വെച്ച് ഇറങ്ങി വരുന്ന കേട്ടോ, കരഞ്ഞുകൊണ്ടൊക്കെ ഇറങ്ങി വരും. ഞാനും അതുപോലെ ചെന്ന് എനിക്ക് എങ്ങനെയെങ്കിലും പെട്ടെന്ന് പറഞ്ഞിട്ട് ഇറങ്ങണം, അതായിരുന്നു എൻ്റെ ചിന്ത. ഞാനും ഇതുപോലെ പകുതിക്ക് വെച്ച് പറഞ്ഞിട്ട് അപ്പം അറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇറങ്ങി വരാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേക്കും ടീച്ചേഴ്സൊക്കെ ഇതിൻ്റെ ബാക്കി അറിയാനുള്ള ഭയങ്കര ക്യൂരിയോസിറ്റി ആയിരുന്നു. പറ എന്ന് പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തു, എനിക്ക് എങ്ങനെയെങ്കിലും ഇറങ്ങി വരണ്ടേ. ഞാൻ പറഞ്ഞു മറന്നുപോയെന്ന് പറഞ്ഞു ഇറങ്ങി വന്ന്. അപ്പോൾ ഞാൻ ഈ കഥകളൊക്കെ ഓർക്കുകയായിരുന്നു. ഇതും അമ്മ പഠിപ്പിച്ചതാണ്. ഇതിൻ്റെ ബാക്കിയാണ്, നല്ല കഥയാണ്. പിന്നെന്ത് പറയാൻ, ഇത് ഞാൻ ഉണ്ടാക്കുന്നത് പ്ലം അച്ചാറാണ്. വീട്ടിൽ കുറച്ച് പ്ലം വാങ്ങിയപ്പോൾ എല്ലാവരും കഴിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പ്ലം അങ്ങനെ പച്ചക്ക് കുറച്ച് പുളിയുള്ളതല്ലേ, ഞാൻ കഴിക്കും. പക്ഷെ എല്ലാം കൂടി ഇരുന്നത് കൊണ്ട് ചീത്തയായ പോലെ ഒരു ദിവസം 1-2 കഴിക്കും. എത്രയെന്ന് പറഞ്ഞ് കഴിക്കാനോ. അങ്ങനെ ബാക്കി വന്നതൊക്കെ അച്ചാറിടാമെന്ന് വിചാരിച്ചിട്ടാണ് പരിപാടി ഉണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാൽ അടിപൊളിയായിരുന്നു. ഞാനങ്ങനെ അച്ചാർ ഇടുന്നതിൽ അങ്ങനെ എക്സ്പേർട്ടൊന്നുമല്ല. സാധാരണ ഇത് നോർമൽ അച്ചാറിടുന്ന പോലെയൊക്കെ തന്നെയാണ് കേട്ടോ.